നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സർക്കാരും ലോക്ഭവനും തമ്മിൽ കല്ലുകടി. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളി. കേരള പോലീസിന്റെ ബാൻഡ് വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു നിർത്തി. ഇന്നലെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ വന്ദേമാതരം മുഴുവൻ പാടാൻ ലോക്ഭവൻ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ ഗവർണറുടെയും ലോക്ഭവന്റെയും തുടർ നീക്കം എന്താകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. അതേസമയം ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തുമെന്നും സംയോജിത ഗതാഗത സംവിധാനം നടപ്പാക്കുമെന്നടക്കം പ്രഖ്യാപനങ്ങൾ ഉണ്ടായി. യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്കിലുള്ള ആശങ്കയാണ് ആദ്യം പരാമർശിച്ചത്. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തും. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും. ഉദ്യോഗസ്ഥ തലത്തിൽ ക്രിയാത്മകതയും കാര്യക്ഷമതയും ഉറപ്പാക്കും. മതനിരപേക്ഷതയ്ക്ക് മുൻതൂക്കം നൽകും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകും. സേവന മേഖലയിൽ നിന്നും പിന്മാറില്ല. കേന്ദ്ര സർക്കാരുമായി പരമാവധി സഹകരിക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. ഇതിലെ പ്രധാന ഗ്യാരണ്ടിയായ വയോജന വകുപ്പ് സംസ്ഥാനത്ത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനിച്ചു. റോഡ്, ജല, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ബന്ധിപ്പിച്ച് ബൃഹത് പദ്ധതി നടപ്പാക്കും. മനുഷ്യ മൃഗ സംഘർഷ മേഖലയിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും. വനിതാ കർഷകരുടെ കൺസോർഷ്യം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും. മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരും. സുഗന്ധവ്യഞ്ജന പാർക്കുകളും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതി നടപ്പാക്കുമെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ സുപ്രധാന പ്രഖ്യാപനം. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി നൽകുമെന്ന് അറിയിപ്പ്. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ആസ്ഥാനങ്ങളാക്കും. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റ് അനുവദിക്കുമെന്നും ഗവർണറുടെ പ്രസംഗത്തിൽ വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് ED. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിലാണ് തെളിവുകൾ ലഭിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താനുള്ള തെളിവുകളുണ്ടെന്ന് ED പറയുന്നു. ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കും. മറുപടി ലഭിച്ച ശേഷം വീണയ്ക്ക് നോട്ടീസ് നൽകും. ഡയറിയിലുള്ള മറ്റു പേരുകളെ കേന്ദ്രീകരിച്ച് തെളിവ് ശേഖരണം ആരംഭിച്ചുവെന്നും ED പറയുന്നു. അതേസമയം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. ഉടൻ അപ്പീൽ നൽകും. മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ED. കണ്ടെത്തിയ ബാങ്ക് വിവരങ്ങളിൽ പരിശോധന തുടങ്ങി. വീണയുടെ പിടിച്ചെടുത്ത ഫോണും കർത്തയുടെ ലാപ്ടോപ്പും അടക്കം വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPM പ്രവർത്തകരെ ഇന്ന് റിമാൻഡ് ചെയ്യും. 18 CPM പ്രവർത്തകരാണ് ആക്രമണ കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്കൻ മധ്യ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ദിവസത്തിനകം കാലവർഷം ലക്ഷദ്വീപിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ ED നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM സംഘടിപ്പിച്ച പ്രകടനത്തിൽ കോൺഗ്രസിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്റർ ചുറ്റിയ പ്രതിഷേധ പ്രകടനം ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ആന്റോ പോൾ, P ബാലചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളായ I വേണുഗോപാൽ, ഫ്രാൻസിസ് ചൂണ്ടൽ, ജോയ് കേച്ചേരി, ജോസഫ് തലക്കോട്ടുകര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി.
കഴിഞ്ഞ ദിവസം നടന്ന ഇ.ഡി. റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യമർപ്പിച്ച് സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ ഉൾപ്പെടെ CPIM പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലകളില്ലാത്തതുപോലെ RSSനെയും BJPയെയും CPM എന്തിനാണ് പേടിക്കുന്നത്? ആരാണ് ഇതിലൊക്കെ അഴിമതിക്കാരൻ രണ്ടുപേരാണ് വന്നിരിക്കുന്നത്. ഒന്ന് തായ്ക്കണ്ടി വീണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകളും, മറ്റൊന്ന് കരിമണൽ കമ്പനിയുടെ MD-ആയ കരിമണൽ കർത്ത എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹം വിളിക്കുന്ന ശശിധരൻ കർത്ത. ആരാണ് ശശിധരൻ കർത്ത? ശശിധരൻ കർത്തയുടെ ബന്ധം അന്വേഷിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ, അത് ആലുവയിലും അതുപോലെ തിരുവനന്തപുരത്തും ഒതുങ്ങില്ല, അത് ചൂണ്ടലിലും മണലൂരും എത്തിച്ചേരുകയാണ്. ബാലവേദി കുന്നംകുളം മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ചിത്രകലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CV ശ്രീരാമൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പ് CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. വരയും വർത്തമാനവും എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പിൽ ചിത്രകലാ അധ്യാപകൻ ബാലൻ മാസ്റ്റർ ചാലിശ്ശേരി ചിത്രകലയിൽ ക്ലാസുകൾ നയിച്ചു. ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കശ്ശേരി കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ചടങ്ങിൽ CPI ജില്ലാ കൗൺസിൽ അംഗം KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രവീന്ദ്രൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TP ജോസഫ്, ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. ബബിത ഫിലോ, പ്രകാശൻ PK, അശോകൻ, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നമ്മളോടൊക്കെ മാതാപിതാക്കൾ എന്താ പറയുക? നന്നായി പഠിക്കണം, നന്നായി പഠിക്കണമെന്നല്ലേ? ഇതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയ ഒരു സംഭവമാണ് നീറ്റ് പരീക്ഷ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി അവസാനം എന്താ ഉണ്ടായത്? അത് നടത്തിപ്പുകാര് അതിന്റെ ചോദ്യ പേപ്പർ കരിച്ചെന്ന മാർഗം മറ്റുള്ളവർക്ക് കൊടുത്ത് കാശാക്കി ഒരു അഴിമതി കാണിച്ചു. പഠിച്ച് ഉറക്കമിളച്ച് കഠിനാധ്വാനത്തോടെ പഠിച്ചവർക്ക് എന്താ ഉണ്ടായത്? ആ നീറ്റ് പരീക്ഷ എക്സാമിനേഷൻ റദ്ദ് ചെയ്തു. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? പഠിപ്പ് മാത്രം പോരാ, അനീതിക്കെതിരെ നമ്മൾക്ക് വിരൽ ചൂടാൻ കഴിയണം. അതാണ് പറയുന്നത്. എന്ത്? പഠനത്തോടൊപ്പം പോരാട്ടവും വേണം. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിൻഷ ഷെറിനെ കേരള പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ് അൻവിഷത്തൈ കൈമാറി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഡെന്നീസ് മങ്ങാട്, യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗം വിഷ്ണു NM എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും മാധ്യമ പ്രവർത്തകനുമായ റഫീഖ് കടവല്ലൂരിന്റെ മകളാണ് റിൻഷ ഷെറിൻ. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശമനുസരിച്ച് വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല വായനക്കളരിയുടെ ഭാഗമായി നാടൻ പാട്ട് ശില്പശാല നടത്തി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം വിജിത പ്രജി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ്, ലൈബ്രറിയൻ സെൽമ കൊച്ചുമാത്യു, രഘുകൃഷ്ണ, ബാലവേദി പ്രവർത്തകരായ കൃഷ്ണപ്രിയ, സംയുക്ത ബോസ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KU ഹരിദാസ് നേതൃത്വം നൽകി. കവിതാലാപനം, ഗദ്യപാരായണം, കഥാരചന എന്നിവയുമുണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,450 രൂപ, പവന് 1,15,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം പാവർട്ടി പനക്കൽ വാസു ഭാര്യ രമണി നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടക്കും. സന്ധ്യ ഹരിഹരൻ, സിന്ധു അനിൽകുമാർ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മങ്ങാട് മുതുകാട്ടിൽ രവീന്ദ്രൻ ഭാര്യ ശ്രീലത നിര്യാതയായി 65 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് നടക്കും. രഞ്ജിത്ത്, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.